ഹലോ, ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആലു പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മാവ് കുഴയ്ക്കേണ്ട, പരത്തേണ്ട ഒന്നും ചെയ്യാതെ തന്നെ നമ്മളൊരു ബാറ്റർ പരുവത്തിൽ മാവാക്കിയെടുത്ത് എങ്ങനെയാണ് ആലു പറാട്ട ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. സോഫ്റ്റ് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ഇതിന് ഒരു കറിയുടെ ആവശ്യമില്ല. സാധാരണ ആലു പറാത്തയോട് നമ്മൾ നല്ല കട്ട തൈരാണ് കൂട്ടി കഴിക്കുന്നത്. കട്ട തൈര് എന്ന് വെച്ചാൽ പുളിയില്ലാത്ത കട്ട തൈര് വേണം കേട്ടോ. അതാണ് കറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കട്ട തൈര് ഉണ്ടെങ്കിൽ കഴിക്കാം, പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ ഇത് വളരെ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഉപ്പിട്ടൊന്ന് നമ്മൾ വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം അത് കൈകൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു കൈപ്പിടിക്ക് അളവിൽ ഒരു സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയില കമ്പൽസറി ആണ് കേട്ടോ. മല്ലിയില ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് നൽകും. അതൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നമ്മളിപ്പോൾ ഇടുന്നില്ല, കാരണം ഉരുളക്കിഴങ്ങിലും നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് വേവിച്ചതാണ്. നമ്മളിനി ബാറ്ററൊക്കെ കലക്കി എടുത്തതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങും ആ മല്ലിയിലും ഇതെല്ലാം കൂടെ മാവിൽ എല്ലായിടത്തും ആണ്. നമ്മൾ 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ പോരാ. അപ്പോൾ നമ്മൾ ബാക്കി ഇനി വെള്ളം ഒഴിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട്. നമ്മൾ കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറേശ്ശെ ഒഴിച്ചെടുത്ത് നല്ല കറക്റ്റ് ഒരു ബാറ്റർ പരുവത്തിലായി വരുന്ന വിധത്തിലാക്കിയെടുക്കണം. തീരെ അങ്ങ് ലൂസായി പോകാനും പാടില്ല, അങ്ങനെ ഭയങ്കര കട്ടിയാവാനും പാടില്ല. അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ആദ്യം ധൈര്യത്തോടെ ഒഴിക്കാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള വെള്ളം ഒഴിക്കുന്നത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. ഇതാണ് കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഓവറായിട്ടങ്ങ് കട്ടിയായിട്ടില്ല, എന്നാൽ ഓവറായിട്ട് ലൂസും ആയിട്ടില്ല. ആ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുക. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ ഒരു സാധനം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. ആ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമ്മൾ മറ്റേ ഉരുളക്കിഴങ്ങിലൂടെ മിക്സ് ചെയ്തെടുക്കും. നല്ല പ്രത്യേക മണമാണ് ഇതിന്. ഇനി നമ്മൾ പാൻ ചൂടാക്കി വയ്ക്കുക. അതിലേക്ക് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക, ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ മറിച്ചിടുമ്പോഴും തിരിച്ചിടുമ്പോഴും ഒക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ആ വൈറ്റ് കളറൊക്കെ മാറി ഇങ്ങനെ യെല്ലോ കളറായിട്ട് വരും. അങ്ങനെ ഫുള്ള് യെല്ലോ കളറായിട്ട് മാറി വരുന്ന സമയത്ത് വേണം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ 2 സൈഡും നല്ല രീതിയിൽ മറിച്ചും തിരിച്ചും ഇട്ട് 1-2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ആലു പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് പറാത്ത ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ല ടേസ്റ്റാണ്. ആലു പറാത്തയുടെ അതേ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ആലു പറാത്ത ഏകദേശം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഗോൾഡൻ ബ്രൗൺ കളർ പോലൊക്കെ ആയി വരും. നല്ല സോഫ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ആ മല്ലിയിലയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എന്താണ് പറയാൻ വരുന്നത് എന്ന് വെച്ചാൽ, പിന്നെ ഇതേപോലെ കൊള്ളാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.